أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد العاقبة للمتقين സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ അല്ലാഹു തീർത്തു സലാമത്ത് നൽകുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. അതുപോലെ പലവിധ രോഗങ്ങളെ കൊണ്ട് മാറാവ്യാധി രോഗങ്ങൾ, ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, ശരീരമാസകലം വേദനയുള്ളവർ, കാൽമുട്ടിന് വേദനയുള്ളവർ, നടുവേദനയുള്ളവർ, തലവേദനയുള്ളവർ, പല പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അവിടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ വിവാഹപ്രായമെത്തിയ യുവതികൾ, യുവാക്കന്മാർ, അനുയോജ്യമായ ഇണകളെ അല്ലാഹു നൽകുമാറാവട്ടെ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഭാര്യ ഭർത്താക്കന്മാർ, അവർക്കൊക്കെ അല്ലാഹു സ്വാലിഹത്തായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റുമാറാവട്ടെ. ഉള്ള മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി മാറ്റുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന സ്വാലിഹത്തായ മക്കളാക്കി മാറ്റുമാറാവട്ടെ. മാതാപിതാക്കളെ അനുസരിക്കുന്ന, മാതാപിതാക്കൾ പറഞ്ഞത് കേൾക്കുന്ന മക്കളാക്കി അല്ലാഹു അവരെ മാറ്റുമാറാവട്ടെ. അതുപോലെ തന്നെ പല കച്ചവടം ചെയ്യുന്ന ആളുകൾ, നാട്ടിലും വിദേശത്തുമായി കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെയൊക്കെ ജോലിയിൽ അല്ലാഹു ഖൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമ്മളെ മാസാന്തര സലാത്തിലേക്കും കുതുബേത്തിലേക്കൊക്കെ ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ രോഗങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ എന്താണെങ്കിലും അല്ലാഹു തീർത്തു സലാമത്ത് നൽകുമാറാവട്ടെ. അതുപോലെ കണ്ണിന് തിമിരത്തിൻ്റെ അസുഖമുള്ളവർ, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവർ, അർഹമുറാഹിമീനായ റബ്ബ് അവർക്കൊന്നൊരു കേടുപാടുമില്ലാതെ ഓപ്പറേഷനുമില്ലാതെ നല്ല നിലക്ക് അല്ലാഹു അവരെ കാഴ്ചയൊക്കെ തിരിച്ചു കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ദിവസങ്ങളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലൊക്കെ ഒരു വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നത് ഖുർആനിലെ ഒരു 3 ആയത്തുകളാണ്. പിന്നെ ഒരു സൂറത്തും
ഒരു അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മുമാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ ഇസ്മ എന്തിനു വേണ്ടിയാണ്, ആ ആയത്തുകൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ വിദേശത്തേക്ക് പോയിട്ടുണ്ട്, പല ആളുകളും. അതുപോലെ വിസിറ്റിംഗ് വിസ എടുത്തുകൊണ്ട് ദുബായിലേക്ക് പോയ ഒരുപാട് ആളുകൾ ഇപ്പോൾ അതാണല്ലോ. പണ്ട് കാലത്ത് ഉംറക്കായിരുന്നു പോയിരുന്നത് ജോലി ചെയ്യാൻ. അതുപോലെ ഇപ്പോൾ ദുബായിലേക്ക് വിസിറ്റിംഗ് വിസ അടിച്ച് അവിടെ ചെന്ന് ജോലി ശരിയായിട്ട് അവിടെ നിന്ന് വിസ മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിദേശത്ത് ദുബായിലൊക്കെ പോയി ജോലി കിട്ടാതെ അലയുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്, മക്കളുണ്ട്. ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭർത്താവ്, ആ സഹോദരിയുടെ ഭർത്താവ് വിദേശത്താണ്, വിസിറ്റിങ്ങിന് പോയതാണ്. ഈ മാസം കൂടിയുള്ളത് കഴിഞ്ഞാൽ കാലാവധി കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ജോലി കിട്ടുവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ജോലി ശരിയാവാൻ വേണ്ടിയുള്ളതാണ് ഇത്. നിങ്ങൾ ഇഖ്ലാസോടുകൂടി തഖ്വയോടുകൂടി നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കും. ഇത് ചൊല്ലിക്കൊണ്ടും പല ആളുകൾക്കും അനുഭവം ഉള്ളതാണ്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് ആളുകൾക്ക് ജോലി ശരിയായിട്ടുണ്ട്. അതുപോലെ ഇഖ്ലാസോടുകൂടി നമ്മൾ ചെയ്യണം. ആ ജോലി ആർക്കാണോ ആവശ്യമുള്ളത് അവർ ചെയ്യലാണ് ഏറ്റവും ഉത്തമം. എനിക്കാണോ ജോലി വേണ്ടതെങ്കിൽ ഞാൻ ചെയ്യണം, എന്നാൽ അതിന് ഒരു ഇഖ്ലാസ് ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ട് വല്ല ഇഖ്ലാസ് ഉണ്ടായിരിക്കണമെന്നില്ല. അതായത് നമ്മളുടെ മാതാപിതാക്കൾ, ഭാര്യ, ഇവരൊന്നും ചെയ്തതുകൊണ്ട് അതിന് പ്രത്യേകം ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ ജോലി ശരിയാവും, ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റില്ല. ഇത് ചെയ്യേണ്ടത് ജോലി ആർക്കാണോ ആവശ്യം അവർ ചെയ്യുന്നതാണ് ഇതിന് ഏറ്റവും ഉത്തമമുള്ളത്, പ്രതിഫലം ലഭിക്കുക. അവർക്കാണ് അതിന് ഇഖ്ലാസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് ചൊല്ലുകയാണെങ്കിൽ, ഓതുകയാണെങ്കിൽ ളുഹ നിസ്കരിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ളുഹ നിസ്കാരം കഴിഞ്ഞിട്ട് 2 റക്അത്തോ അല്ലെങ്കിൽ 4 റക്അത്തോ 6 റക്അത്തോ 8 റക്അത്തോ എത്രയാണോ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ ചുരുങ്ങിയത് 2 റക്അത്ത് ളുഹ നിസ്കരിച്ചിട്ട് 2 റക്അത്ത് ളുഹ നിസ്കരിച്ചിട്ട് ഈ സൂറത്ത് 21 പ്രാവശ്യം ഓതുകയും. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ലൈൽ. ഇന്ന സഅയക്കും ശത്താ. അത് ഖുർആനിൽ പറയുന്നത് സൂറത്തുൽ ലൈൽ എന്ന സൂറത്താണ്. അതായത് വൈലുൽ ലികുല്ലി ഇദാ യഅ്ശാ എന്ന സൂറത്തിൽ 4-ാമത്തെ ആയത്താണ്. ഇന്ന സഅയക്കും ശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ഈ ആയത്താണ് ഓതേണ്ടത്. അപ്പോൾ 7 വരെയാണ് ആ സൂറത്തിൻ്റെ ആയത്ത് ഉള്ളത്. നാലാമത്തെ ആയത്ത് മുതൽ 7 ആയത്ത്, 4 മുതൽ 7 വരെയുള്ള ആയത്താണ്. ഇന്ന സഅയക്കും ശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ഈ സൂറത്തിന് 21 പ്രാവശ്യം ദുഹ നിസ്കരിച്ചതിന് ശേഷം ഓതുക. പിന്നെ സൂറത്തുൽ ളുഹ 7 പ്രാവശ്യവും ഓതുക.
എന്നിട്ട് യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ് 72 പ്രാവശ്യവും ഈ ഇസ്മിനെ ചൊല്ലിക്കൊണ്ട് അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവനിക്ക് നല്ല ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും, ശരിയായി കിട്ടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഈ സൂറത്ത് ദുഹ നിസ്കരിച്ചിട്ടാണ് ഓതേണ്ടത്. ഓതിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. മക്കളും ചെയ്യുക, ഇനി വേണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കോ ഭാര്യമാർക്കോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ജോലി ആവശ്യമുള്ളവരാണ് ഇത് ചെയ്യേണ്ടത്. അവർക്ക് ചെയ്താൽ അതിനുള്ള പ്രതിഫലം കിട്ടും. അത് ചെയ്യേണ്ട 7 ദിവസം ഇത് ചെയ്യണം. 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം ഇത് തുടർച്ചയായിക്കൊണ്ട് മുടങ്ങാതെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്, അദ്ദേഹത്തിന് ലഭിക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. നിങ്ങളുടെയൊക്കെ മക്കൾ വിദേശത്ത് പോയവർ, വിസിറ്റിങ്ങിന് പോയവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇത് ചൊല്ലാൻ. അതുപോലെ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോൻ്റെ ലാസ്റ്റ് ഈ ആയത്തുകളും ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, മക്കൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് അയച്ചു കൊടുക്കുക. വിദേശത്ത് ആരാനുള്ളത്, ജോലി കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരാരാനുള്ളെങ്കിൽ അവരിലേക്ക് നിങ്ങളത് അയച്ചു കൊടുക്കുക. നിങ്ങൾ സുഹൃത്തുക്കളോ കൂട്ടുകാരോ മക്കളോ അയൽവാസികളോ ആരൊക്കെയാണോ ഉള്ളതെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. ഇരു ലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണോ ഉള്ളതെങ്കിൽ പൈശാചികമായ ഉപദ്രവങ്ങൾ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി സലാമത്ത് നൽകുമാറാവട്ടെ. എല്ലാവർക്കും ഉള്ളത് കടങ്ങളാണ്. കടങ്ങളൊക്കെ വീടി സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ വീടും പറമ്പും ഒക്കെ വിൽപ്പന ചെയ്യാൻ വേണ്ടി വെച്ചവരുണ്ട്. കടങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിലക്ക് ആ വീടും സ്ഥലമൊക്കെ വിറ്റുപോവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണുള്ളതെങ്കിൽ അതെല്ലാം അല്ലാഹു മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് നല്ലൊരു കച്ചവടക്കാർ വന്ന് അവരുദ്ദേശിക്കുന്ന വില കിട്ടി അത് കച്ചവടമായി പോകാൻ അല്ലാഹു മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കന്മാരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് സ്വലാത്തിൻ്റെയൊക്കെ ഫضൽ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ കച്ചവടം ആക്കി കൊടുക്കുമാറാവട്ടെ. നല്ല നിലക്ക് കച്ചവടമായി പോവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.